ആദ്യമായിട്ട് ഓൺ സോഷ്യൽ മീഡിയ, ഓൺ ഓൾ മീഡിയ. ഇതുവരെ ഞാൻ പറയാത്തൊരു കഥയുണ്ട്. അതായത് കുറച്ച് പിന്നാക്കം പോണം. അതായത് ഞാൻ ഈ വർഷം സിനിമയിൽ വന്നിട്ട് 25 വർഷം തികയാണ്. സോ എൻ്റെ തുടക്കം സിദ്ദിഖൊക്കെ ആയിട്ടാണ്. 1998 സ്നേഹം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ പടത്തിൽ ഞാൻ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. സിനിമയുടെ ബിഹൈൻഡ് ദ സീൻസ് ഒരിക്കലും ലൈഫിൽ കണ്ടിട്ടില്ല അതുവരെ. ഞാൻ വന്ന് സ്നേഹം എന്ന് പറഞ്ഞ സിനിമയിൽ കല്യാണ സീനുണ്ട്. സിദ്ദിഖ എൻ്റെ ക്യാരക്ടറെ കല്യാണം കഴിക്കുന്നതാണ്. എനിക്ക് ആ ക്യാരക്ടറുടെ പേര് ഓർമ്മയില്ല, പക്ഷെ എൻ്റെ ക്യാരക്ടറുടെ പേര് അമ്മു എന്നായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു കല്യാണ മണ്ഡപമൊക്കെ ഫുൾ ഡേ ഷൂട്ടാണ് ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ. എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ സിദ്ദിഖൊക്കെ ഇത്രയും ഇവരെല്ലാവരും എന്നെ റാഗി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ന്യൂ കമറല്ലേ, ചെറിയ കുസൃതി റാഗിങ്സ് ഇങ്ങനെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ സിദ്ദിഖ എന്നോട് പറഞ്ഞു, ഇനി നോക്കിക്കോ, ഞാനിപ്പോൾ ഈ താലി അങ്ങോട്ടൊരു 3 കെട്ടി കഴിഞ്ഞാണ്ടല്ലോ എല്ലാ സിനിമയിലും എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കേണ്ടി വരുമെന്ന്. ഈ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പാവം ആദ്യമായിട്ട് സിനിമ എന്താണോ ഒന്നും അറിയാത്ത ഞാൻ പേടിച്ചു പോയി. പക്ഷേ അറം പറ്റിയ പോലെ അതിനുശേഷം എനിക്ക് തോന്നുന്നു സിനിമയിൽ ഈ 25 ഇയേഴ്സിൽ ഏറ്റവും കൂടുതൽ പെയറായിട്ട് അഭിനയിച്ചിട്ടുള്ളത് സിദ്ദിഖയുടെ കൂടെയാണ്. അത് എൻ്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ബിക്കോസ് ഒരുപാട് അഭിനയം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സിനിമയുടെ ഉള്ളിലെ നമ്മുടെ ചെറിയ പൊടിക്കൈകൾ ഒരുപാട് നമ്മൾ കണ്ടു പഠിക്കുന്ന കാര്യങ്ങളാണ്. എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സിദ്ദിഖയുടെ കൂടെ എനിക്ക് തോന്നുന്നു ഇത് 98 മുതൽ 2023 ഇറങ്ങാൻ പോകുന്ന എന്നാലും എൻ്റെ അളിയലെ ഈ പെയറാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സ്. അതായത് ഗോസ്റ്റ് ഹൗസിൻ്റെ എടുത്താലും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഉസ്താദ് ഹോട്ടൽ, അങ്ങനത്തെ ഒരുപാട് സിനിമകൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളിമൂങ്ങ ആ പേരിന് ശേഷം ഇതുപോലത്തെ ഒരു മൂഡ് ഇതായിരിക്കും. പക്ഷെ എൻ്റെ ഫേവററ്റ് പേരാണ് സുലുവും കരീംകയും. കരീംകയും സുലു ആണ് എനിക്ക് ഞങ്ങൾ ചെയ്ത കോമ്പിനേഷനിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കപ്പിൾ. അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ എന്തായാലും ഇത്ര വലിയൊരു കഥ പറഞ്ഞ സിദ്ദിഖിനോട് താങ്ക് യു പറയൂ. എന്നെ അന്ന് പേടിപ്പിച്ചു, ശരിയാണ്, ഞാൻ ശരിക്കും പേടിച്ചു പോയി. അതായത് ഇങ്ങനെ അയ്യോ. എന്നിട്ട് എൻ്റെ തൊട്ട് പുറകിലെ അമ്മ നിൽക്കുന്നുണ്ട്. ആ സീൻ കണ്ടാൽ ഞാൻ അമ്മയോട് പറഞ്ഞു 3 കെട്ടൊന്നും കേട്ടാ സമ്മതിക്കും കേട്ടോ. ഈ സിനിമയിലേക്ക് വന്നാൽ ഇതൊരു വെരി കോമൺ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇതുപോലത്തെ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവും. ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞങ്ങളെയാണോ ഇവർ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിൽ വെരി കോമൺ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അല്ലാതെ ഒരു പ്രത്യേകതകളൊന്നുമില്ല. ഈ സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്